Hey dear friends, welcome back to my channel. Usually ഞാൻ anime videos ആണ് ചെയ്യാറ്. Actually One Pieceലെ ലോക്കിയുടെ വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴാണ് ആമസോൺ പ്രൈമിൽ യങ് ഷെർലോക്ക് എന്ന സീരീസ് റിലീസ് ആകുന്നത്. അറ്റ് ദ ടൈം 8 എപ്പിസോഡ് ഒരുമിച്ച് റിലീസ് ആയതുകൊണ്ടും ഷെർലോക്ക് ഹോംസിന്റെയും മൂവീസിന്റെയും സീരീസിന്റെയും ബുക്കുകളുടെയും നോവലുകളുടെയും ഒരു ഫാൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്ന രീതിയിൽ വാച്ച് ചെയ്തതാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഇറ്റ് വാസ് സർപ്രൈസിംഗ്ലി ഗുഡ്. റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഷെർലോക്ക് ഹോംസ് എന്ന മൂവിയുടെയോ ബെൻഡിക് കുംബർബാച്ചിന്റെ ഷെർലോക്ക് എന്ന സീരീസിന്റെയോ ഫാനാണ് നിങ്ങളെങ്കിൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട, യങ് ഷെർലോക്ക് എന്ന സീരീസും കൂടെ കണ്ടോളുക. എന്ന് വെച്ച് ആ മൂവിനെയും ഈ സീരീസിനെ കമ്പയർ ചെയ്തുകൊണ്ട് കാണാൻ നിൽക്കല്ലേ. നിങ്ങൾക്കറിയാം നമ്മുടെ RDJ അഭിനയിച്ച 2009 പുറത്തിറങ്ങിയ ഷെർലോക്ക് ഹോംസ് എന്ന മൂവി എത്രമാത്രം ഗോട്ടഡ് ആണ് എന്ന്. ഇനി അതേ മോഡൽ ഒരു മൂവിയോ സീരീസോ ഇറക്കുക എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ഇതിന്റെ തേർഡ് പാർട്ട് ഇന്ന് വരെ നാളെ വരെ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് 8 കൊല്ലമായി ഇതുവരെ വന്നിട്ടില്ല. എനിവേ ഈ സീരീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഷെർലോക്ക് ഹോംസ് എന്ന ഡിറ്റക്റ്റീവ് ക്യാരക്ടറിന്റെ ഏജ് ലിമിറ്റ് ഓൾമോസ്റ്റ് 40 ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, ഇൻക്ലൂഡിംഗ് ഹെൻറി കാവിൽ. ബട്ട് ഈ ഒരു സീരീസിന്റെ പേര് പോലെ തന്നെ ഒരു ടീനേജറായ ഹോംസിനെയാണ് കാണിക്കുന്നത്. ഷെർലോക്ക് ഹോംസ് എന്ന ക്യാരക്ടറിനെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഭയങ്കര കോൺഫിഡന്റ് ആയ, ജീനിയസ് ആയ, എത്ര വലിയ മിസ്റ്ററീസിനെയും സോൾവ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. ബട്ട് ഇവിടെ അത് നേരെ തിരിച്ചാണ്. അഫ്കോഴ്സ് ഇറ്റ്സ് എ ടീനേജർ, ധാരാളം മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇൻ കേസ് ഈ സീരീസിൽ ഷെർലോക്ക് ഹോംസ് വരെ ഒരു സസ്പെക്ട് ആയി മാറി അതിൽ നിന്നും എങ്ങനെ റിക്കവർ ആയി വരുന്നുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾക്ക് അറിയാവുന്ന ഷെർലോക്ക് ഹോംസ് എന്ന ഗോട്ടഡ് ക്യാരക്ടറിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് കാണിക്കുന്ന ഒരു സീരീസ് ആണ് ഇതെന്ന് പറയാം. സോ ഈ സീരീസിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോസിറ്റീവായി ഞാൻ പറയുന്നത് സ്റ്റോറി തന്നെയാണ്. ഇതിലെ ക്രൈംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, മിസ്റ്ററി ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. സെക്കൻഡ് പോസിറ്റീവായ കാര്യം, ഇതിലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആണ് ഹീറോ ഫിന്നസ് സ്റ്റീഫൻ. ഇദ്ദേഹത്തിന്റെ റിയൽ നെയിം ആണ് ഹീറോ ഫിന്നസ് സ്റ്റീഫൻ എന്നത്. ഞാൻ ഹീറോ എന്ന വേർഡ് ആഡ് ചെയ്ത് പറഞ്ഞതല്ല. സോ ഈ ഷെർലോക്ക് ഹോംസ് എന്ന ക്യാരക്ടറായിട്ട് ഒരു തരത്തിൽ ജീവിച്ചു കാണിച്ചു എന്ന് തന്നെ പറയാം. നമ്മുടെ ആഫ്റ്റർ മൂവിയുടെ ഒരു നീണ്ട സീരീസ് തന്നെയുണ്ട്, അതിലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ. സ്റ്റീഫൻ മാത്രമല്ല, ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ വർക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൽ മൈക്രോ ഹോംസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അതായത് ഷെർലോക്ക് ഹോംസിന്റെ ബിഗ് ബ്രദർ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ യൂണീക്ക് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തത്. അതേപോലെ തേർഡ് പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. സിനിമോട്ടോഗ്രാഫി ഒക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു. ബട്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഡാർക്ക് വൈബോ മൂഡി വൈബോ ഇതിൽ എനിക്ക് ലഭിച്ചില്ല. ആക്ച്വലി എനിക്ക് ആ ഒരു വൈബ് സാധനമാണ് ഇഷ്ടം. ബട്ട് ആമസോൺ പറയുമ്പോൾ ഇപ്പോൾ ഒരു സണ്ണി വെതർ വൈബ്സ് ഉള്ള സീരീസ് മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ആക്ഷൻ സീൻസിന്റെ കാര്യത്തിലും ക്യാമറ വർക്സിന്റെ കാര്യത്തിലും എസ്പെഷ്യലി ഇതിലൊരു ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ട്, പക്ക ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ നിന്നും ഈ ഒരു സീരീസിന് ഒരു കുറവുമില്ല. അതേപോലെ ഈ സീരീസിന്റെ ഡയറക്ടർ ഓൾസോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗായ് റിച്ചിയാണ്. ഒരു സൂപ്പർബായ ബ്രില്യന്റ് ഡയറക്ടറാണ്. RDJയുടെ ഷെർലോക്ക് ഹോംസ് തുടങ്ങി ജേക്ക് ഗിൽൻഹാലിന്റെ ദ കോവനന്റ്, 2024 പുറത്തിറങ്ങി ഹെൻറി കാവിലിന്റെ വാർഫെയർ, നമ്മുടെ അണ്ണൻ ജേസൺ സ്റ്റാത്തത്തിന്റെ റാത്ത് ഓഫ് മാൻ ഒക്കെ ഡയറക്ട് ചെയ്തത് ഈ ഗായ് റിച്ചി എന്ന ഡയറക്ടറാണ്. ഇതുമാത്രമല്ല, അലാദിൻ, കിങ് ആർത്തർ, റോക്ക് ആൻഡ് റോള, ഷെർലോക്ക് ഹോംസ് 2 അങ്ങനെ അനേകം ബെസ്റ്റ് സിനിമാസ് ഈ ഗായ് റിച്ചി നമുക്ക് തന്നിട്ടുണ്ട്. സോ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇത് കാണാം. പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ആദ്യത്തെ 2 എപ്പിസോഡ് ഭയങ്കര സ്ലോ ആയിരുന്നു, പിന്നെ ഒരു ഗിയർ മാറ്റമുണ്ട്. ആ ടൈം തൊട്ട് ഈ സീരീസിൽ നമ്മൾ ലോക്ക് ആകുമെന്ന് തന്നെ പറയാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം യങ് ഷെർലോക്ക് നല്ലൊരു സോളിഡ് സീരീസ് ആണ്, മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. എസ്പെഷ്യലി മിസ്റ്ററി സ്റ്റോറീസ്, ഡിറ്റക്റ്റീവ് ഷോസ്, നോവൽസ്, മൂവീസ്, ഷെർലോക്ക് ഹോംസിന്റെ അഡാപ്റ്റേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് നോക്കണം, ജസ്റ്റ് കണ്ടു നോക്കുക. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ആനിമെ വീഡിയോ ക്രിയേറ്റർ ആണ്. ഇതുപോലെ സീരീസുകളുടെ റിവ്യൂ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഈ ചെയ്ത വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, മലയാളത്തിൽ ഈ സീരീസിനെ കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞും കണ്ടില്ല. ഇനി ഈ ചെയ്യുന്ന ടൈമിൽ, ഞാൻ ഈ ചെയ്യുന്ന ടൈമിൽ വേറെ ആരെങ്കിലും ചെയ്തോന്നും എനിക്കറിയത്തില്ല. സോ ഇത് ഭാവിയിലേക്ക് ഒരു ഹിഡൻ അണ്ടർറേറ്റഡ് ജെമ്മായി മാറാതെ ഇപ്പോൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ആൻഡ് ഒരു ഷെർലോക്ക് ഹോംസിന്റെ ഫാൻ എന്ന രീതിയിലും ഈ വീഡിയോ എനിക്ക് മേക്ക് ചെയ്യണം തോന്നി, അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഇതേപോലത്തെ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലവ് യു ഓൾ, ബൈ.